ചങ്കട കൊയ്ത്താണ് കൊയ്ത്താണ് കൊയ്ത്ത്. ചങ്കട മുണ്ട് വരുന്നുണ്ടാ ട്രാക്ടർ ഇവിടെ ഇങ്ങോട്ടായിരുന്നു. നമ്മളെ വണ്ടിക്ക് രണ്ട് സൈഡിലും ഒരേ മുണ്ട് വച്ചിട്ട് ഒരു മുണ്ട് അവിടെ വെച്ചിട്ട് നമ്മളെ തോട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഓക്കേ, ഹായ് ചങ്കളെ, വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. വടമുക്ക് ബംഗാളിൻ്റെ കൊയ്ത്താണെന്ന് കൊയ്ത്തിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊയ്ത്ത് മെഷീനിലാണ് നമ്മൾ കയറിയിട്ട് അപ്പോൾ നമ്മളെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൊയ്ത്ത് മെഷീൻ എങ്ങനെ കൊയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കാം. ഓക്കെ, പിന്നെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ട്രാക്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഈ കണ്ടത്തിൽ തന്നെ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കണ്ടം പകുതി ആയപ്പോഴാണ് അതിൻ്റെ മുരൽ വന്നിട്ട് നമുക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നില്ല. ഇത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളില്ലാതെ നമ്മൾ കൊയ്യുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ നമുക്ക് നമ്മളെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകും. ഞങ്ങൾ ഡാർപ്പായ ഇവിടെ വിരിച്ചിട്ട് 5-8 ചാക്കിലത്തെ നെല്ല് ഇവിടെ തന്നെ പാടത്ത് തന്നെ ചെരിയ ചെയ്ത് വെച്ചാൽ പിന്നെ അവരുടെ ട്രാക്കിൽ ഒരു 1.5 ചാക്കോളം അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടെ നമ്മൾ കൊയ്തിട്ട് അവർക്ക് തന്നെ കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ കൊയ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി ട്രാക്ടർ അപ്പുറത്ത് കൂടെയാണ് വന്നിരുന്നത്. അപ്പോൾ അവിടെ താവണ കാരണം പിന്നെ ട്രാക്ടർ അന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2-3 ദിവസം മുന്നേ അപ്പുറത്തെ സൈഡൊക്കെ കൊയ്തിരുന്നു. 2 ദിവസമായിപ്പോൾ കൊയ്ത്ത് നിർത്തി വെച്ചിട്ട് പിന്നെ ആകെ വീണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഈ സൈഡിൽ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ തല വരെ നമ്മളതിൻ്റെ ഒരു അറ്റം വരെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയിട്ട് ചെറുപ്പ് വഴി വേണം ഇത് നെല്ലടിച്ചിട്ട് വരാൻ. കുറേ ടൈം പിന്നെ ചളിയിൽ താഴ്ന്നു പറഞ്ഞിട്ട് ട്രാക്ടർ വരും ചെയ്തില്ല. അപ്പോൾ പിന്നെ നമ്മളെ ലോറിയിലാണ്. നമ്മളെ ലോറി വെച്ചിട്ട് ഞങ്ങൾ കൂടുവണ്ടിയില്ല, നമ്മളെ ബംഗാളി നെയ്തിട്ടുള്ള ആ കൂടുവണ്ടിയിലാണ് നമ്മൾ 3 ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മളെ നെല്ല്. അപ്പോൾ അത് പാടത്ത് നെല്ല് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ 3 മണി വരെ ഉണ്ടായിരുന്നു നമ്മളെ ഇന്നത്തെ പരിപാടി. ഒന്ന് പണിക്ക് പോയിക്കുന്നത് വെച്ചാൽ ഇതൊന്നും നടന്നില്ല കേട്ടോ. എൻ്റെ കാരണം എന്താ വെച്ചാൽ കൊയ്ത് കഴിഞ്ഞിട്ട് പാടത്ത് നെല്ലിട്ട് കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പാവില്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ അന്ന് പണിക്ക് പോകാതെ കണ്ടിട്ട് നമ്മൾ അത്രയും മെനക്കെട്ട് നിന്ന കാരണം പിന്നെ ട്രാക്ടറിൻ്റെ വാടക ഒഴിവാക്കി കിട്ടിയിട്ട് നമ്മളെ കൂടുവണ്ടിയിൽ തന്നെ കൊണ്ടുപോയ കാരണം എല്ലാന്ന് എന്താ വെച്ചാൽ ഒരു ട്രിപ്പിന് 500 രൂപ വെച്ചിട്ട് വരും. നമുക്കിപ്പോൾ 3 ട്രിപ്പ് നമുക്കിപ്പോൾ അടിക്കുമ്പോൾ വെച്ചാൽ 600 രൂപ വന്നിട്ട് വരും. 600 രൂപേൻ്റെ ചിലവാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊരു വണ്ടിയാണെന്ന് വെച്ചാൽ വരിക. അതേസമയം നമുക്ക് ട്രാക്ടറിനാണെന്ന് വെച്ചാൽ 1000 രൂപ വരും. അപ്പോൾ നമുക്കപ്പോൾ ലാഭമാണ്. നമ്മളെ സ്വന്തം വണ്ടിയായ കാരണം ഡീസൽ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഷ്ടപ്പാടില്ലാതെ കണ്ടിട്ട് ഒരു കാര്യം നടക്കില്ലല്ലോ. കഷ്ടപ്പാട് വേണം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കഷ്ടപ്പാട് ചിന്തിച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത് മാത്രം ലാഭം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു രസമല്ല ആരാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. അതേപോലെ പലരും ഉണ്ടാവും ഹരത്തിൽ ചെയ്യുന്നത്. നമ്മൾ കൃഷിയുടെ ഇതിൽ അത്ര ഇതൊന്നും പണിയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. രസം ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല. പിന്നെ പ്രാവശ്യം നമ്മൾ മരുന്നടി കുറച്ച് കുറഞ്ഞ കാരണം കുറച്ച് നെല്ലിന് കുറച്ച് കയറുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വളർത്തിട്ട് പിന്നെ ഒരു മരുന്നടിക്കണം. ആ വളർത്തിട്ട് ഉള്ള പാട് പിന്നെ നമ്മൾ മരുന്നടിക്കണം ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഓലപ്പുഴുവിൻ്റെ കുറച്ച് കേടും കാര്യങ്ങളൊക്കെ ഇതിൽ പിടിപെട്ടി. എന്നിട്ട് നമ്മളെപ്പോഴും മരുന്നൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്നടിച്ചതിൻ്റെ പിറ്റത്തെ ദിവസം മഴ പെയ്തപ്പോൾ ആ മരുന്നിൻ്റെ സ്റ്റോമൊക്കെ പോയി. പിന്നെ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മരുന്നടിച്ചത്. കുത്തണ്ടൊക്കെ കുത്തിപ്പോവും, ചായ കുത്തണ്ടൊക്കെ ചായ കുത്തിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുത്തോലും അങ്ങനെയൊക്കെ അത് കറുത്ത മരി ഉണ്ടായിരുന്നു. പിന്നെ ഓലൊക്കെ കംപ്ലീറ്റ് കയറ്റിന് മരി ഉണ്ടായിരുന്നു. നമ്മളെ മാത്രമുള്ള ഇങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു പോയി. പണിയും കാര്യങ്ങളും തിരക്കായ കാരണം അതിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ കണ്ടത്തിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയിൽ ഇപ്പോൾ വലിയ വെള്ളമില്ല. പിന്നെ വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാരണം കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു മണിക്കൂർ വന്ന കൊയ്യാൻ വേണ്ടിയിട്ടുള്ളത് 1 മണിക്കൂറും 50 മിനിറ്റും വന്നിട്ട് പ്രാവശ്യം ടൈം കൂടുതലാണ്. പ്രാവശ്യം ഭയങ്കര സ്ലോവിലാണ് കൊയ്ത്ത് മെഷീൻ വർക്കായത്. അതിൻ്റെ കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യത്തെ കൊയ്ത്ത് മെഷീൻ്റെ ആൾ ഭയങ്കര സൂപ്പറായിരുന്നു. ഭയങ്കര സ്പീഡിലായിരുന്നു നമ്മളൊക്കെ കൊയ്ത് തന്നത്. 1 മണിക്കൂർ കഷ്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂറായടുത്ത് ഇപ്രാവശ്യം 50 മിനിറ്റ് കൂടുതലാണ് കേട്ടോ. ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര സ്ലോവിലാണ് കൊയ്ത്ത് മെഷീൻ വർക്കായത്. അപ്പോൾ 4400 ആയിട്ടാണ് കൊയ്യാൻ ഇന്നത്തെ.
ഒരേ മുണ്ട് വർക്കിംഗ് ഡ്രസ്സിന്റെ നമ്മൾ പിന്നെ നമ്മളെ ഈ കൂടുവണ്ടി ഉള്ള കാരണം നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെച്ചെങ്കിൽ 500-400 കൊയ്ത്തിന്റെ ചെലവും നമ്മൾ മെനക്കെടണ്ടെങ്കിൽ നമ്മൾ മെനക്കെടും വേണം. ഇപ്പോൾ നമ്മൾ മെനക്കെടണം അതേ മെനക്കെട തന്നെ നമ്മൾ മെനക്കെട്ടിട്ടുള്ളൂ. അത് കാരണം നമുക്കൊരു വണ്ടി വാടക കുറഞ്ഞിട്ട് നമുക്കൊരു 100 ഉറുപ്പിന്റെ ഡീസൽ ചെലവിൽ നമുക്കൊരു 900 രൂപ ലാഭം കിട്ടിയിട്ടാണ്. അപ്പോൾ ഇല്ലാന്നുണ്ടെച്ചാൽ 900 പോയിരുന്നു. നമ്മളത് വണ്ടി ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ ആ 900 പോയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ബംഗാളിയുടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബംഗാളി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഒന്ന് ബെല്ലടയ്ക്കാനും കൂടിയിട്ട് ഒന്ന് അടിച്ചാണ്ട് പൊട്ടിച്ചാളുണ്ട്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക, ബംഗാളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബംഗാളി ഈ ജാതി പണി എല്ലാതും ഉണ്ട് കേട്ടോ. എന്ത് പണിയെടുക്കാനും നമ്മൾ തയ്യാറാണ്. ഒന്ന് പൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ പൂട്ടാനൊന്നും പോവാതെയും കണ്ടിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ കലാസക്കൂട്ടായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ രമ്യേനെ കൊടുത്തിട്ട് നമ്മളവിടെ പാടത്ത് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ചെരിഞ്ഞത് ഫുൾ ചാക്കിൽ ഞങ്ങൾ കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 4-5 ചാക്കിലത്തൊക്കെ രമ്യേനെ കൊണ്ടാണ് പാടത്ത് കൊടുത്തിട്ട് ചാക്കിലാക്കിച്ചേ. അവളാകെ എൻ്റെ ഈ മുണ്ട് ഇപ്പോൾ ഈ സൈഡിലിട്ടുള്ള മുണ്ടില്ലേ തലയിൽ കൂടെ ഒക്കെ ഇട്ടിട്ടാണ് നമുക്ക് ചാക്കിലാക്കിയിട്ടും തരികയൊക്കെ ചെയ്തത്. പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന് 3 മണി ആയിക്കണേ നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൊടുന്ന് ഇറക്കി. ഇത് പനിയൻ്റെ വീട്ടിലാട്ടാ പോയി നെല്ല് കൊടുന്ന് ഇറക്കണത്. അപ്പോൾ അവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ്. നമ്മളെ കൂടുവണ്ടിയിൽ തന്നെയാണ് കൊണ്ടുവന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ കുട്ടന് നമ്മളെ സഹായിക്കാനുണ്ട് കേട്ടോ. കുട്ടനെ പിന്നെ നമ്മളെ ക്യാമറമാനൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നത് കണ്ടാ. രമ്യ കണ്ടില്ലേ കുറച്ചിട്ട് നിൽക്കുന്നുണ്ടില്ലേ, ആ ജാതി വെയിലാട്ടാ. എന്തിട്ടുണ്ടെച്ചാലും ആകെ കരിഞ്ഞു പോവും. പിന്നെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വരെ കാര്യങ്ങൾ രമ്യപ്പോൾ അതിലൊക്കെ ചാക്കിലാക്കിയിട്ട് ആ ചാക്കിലുള്ളതൊക്കെ നമ്മൾ ഏറ്റി കൊടുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ രമ്യ ചാക്കിലാക്കി തരാം. അവിടെ പൊന്തിയിട്ട് നിൽക്കണില്ല, ഒക്കെ ചാക്കിലാക്കിയിട്ട് തരുന്നുണ്ട്. ഇത് ആദ്യം നമ്മളുള്ള മെഷീനിൽ പിടിച്ചത്. ആ സൈഡിലുള്ള 2 ചെറുതുള്ളതൊക്കെ ഓൾ ചാക്കിലാക്കി തന്നു. ഇതിനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓളും നമ്മളെ സഹായിച്ചാൽ ഇതിൽ കുറച്ച് നെല്ലുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത്. അപ്പോൾ കൂട്ടുകാരെ ബംഗാളിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കണ്ട ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കാൻ. ഓക്കെ, ബൈ ബൈ.